ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ ഹാളും സിറ്റ് ഔട്ടും ആയിട്ടൊക്കെ ഉള്ള പോർഷൻ വേർതിരിക്കാനാണോ അത് പുറത്തോട്ടുള്ള വിൻഡോ പോലെ ഇപ്പം ജനൽ വെക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഡിസൈൻസ് അങ്ങനെയാണ്? ഇത് ഇസ്രായേൽ, ഇത് ജപ്പാനാണ്, പിന്നെ ഇത് ഫ്ലാറ്റ്, ഇത് ഇന്ത്യൻ മോഡലാണ്, ഇത് ചൈനയാണ്, ഇതെല്ലാം ഗുജറാത്തിൽ നിന്ന് വരുന്നതാണ്, ഇത് വിയറ്റ്നാമാണ്. ഡിമാൻഡായിട്ടുള്ള നമുക്ക് ഈ സാധനമാണ് പോകുന്നത് ഡബിൾ കളർ 30 വർഷത്തെ ഗ്യാരണ്ടി പറയണം. ഇതിൽ സൈറ്റിൽ തന്നെ ഇറക്കി കൊടുക്കും. തിരുവനന്തപുരം, കൊല്ലോ, ഏത് വീട് വേണമെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ചേട്ടാ ഇതൊക്കെ എന്ത് ഡിസൈൻസ് ആണ് ഈ ഓർഡിൽ വരുന്നത്? ഇത് വരുന്നിട്ട് നമുക്ക് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇത് ഇസ്രായേൽ, പിന്നെ ജപ്പാൻ, ഇത് ജപ്പാനാണ്, പിന്നെ ഇത് ഫ്ലാറ്റ്, ഇത് ഇന്ത്യൻ മോഡലാണ്. ഇന്ത്യൻ മോഡൽ, ഇതെല്ലാം ഇന്ത്യൻ മോഡലാണ്. പിന്നെ ഇത് ചൈനയിൽ പോകുന്നത്, ഇത് ചൈനയാണ്. ഇത് വിൻഡോക്കാണോ ഉപയോഗിക്കുന്നത്? അതെ, ഇല്ല, നമ്മളെ വിൻഡോ ഹാളിൽ പുറത്തോട്ടുള്ള വ്യൂ അങ്ങനെയാണോ? അതേ അകത്ത് ഉപയോഗിക്കും. ഓപ്പൺ കിച്ചണില്ലേ ആ സൈഡൊക്കെ ഗ്ലാസ് ഇടാൻ വേണ്ടി ഗ്ലാസ് ആരും ഇടൂല, ഇപ്പൊ ഇതാണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് ഒഴിവാക്കിയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഗുജറാത്തിൽ നിന്ന് വരുന്നതാണ്. ഗുജറാത്തിൽ നിന്ന്. ഇത് വിയറ്റ്നാമാണ്. വിയറ്റ്നാം. അപ്പൊ ഈ ഓടി ഡിസൈൻ നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്നില്ല? ഇല്ല ഇല്ല, നമ്മുടെ നാട്ടിൽ ഡൽഹിയിലുള്ളതുണ്ട്, ആയിരിക്കും ഡൽഹിയിൽ നിന്ന് അത് നിർമ്മിക്കുന്നുണ്ട്. അത് ഓടിൽ പെയിന്റ് ചെയ്തേക്കുവാണോ? ഇല്ല ഇല്ല, ഇത് മറ്റേ സിറാമിക് ആണ്, ടൈലിന്റെ ആണ്. സിറാമിക് ടൈലിന്റെ ആണ്. ഇത് ഗ്യാരണ്ടി ഉള്ള സാധനമാണ്, ഗ്യാരണ്ടി ഉള്ളതാണ്, അത്യാവശ്യം ക്വാളിറ്റിയിൽ ക്വാളിറ്റി. പെയിന്റ് പോകത്തില്ല. ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ ഹാളും സിറ്റ് ഔട്ടും ആയിട്ടൊക്കെ ഉള്ള പോർഷൻ വേർതിരിക്കാനാണോ അത് പുറത്തോട്ടുള്ള വിൻഡോ പോലെ ഇപ്പം ജനൽ വെക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഡിസൈൻസ് അങ്ങനെയാണോ? ഇത് ജനൽ വെക്കുന്ന പകരത്തിന് പിന്നെ ഓപ്പൺ ഏരിയ വരുമ്പോൾ അതിലൊക്കെ ചെയ്യുന്നതാണ്. അവിടെ ചെയ്യുന്നത് ഇതിങ്ങനെ അടുക്കി ഡിസൈൻ ആയിട്ട് അങ്ങനെ വരും. പിന്നെ സ്മെയില് പാരപ്പുറ്റ് അതിലും വരുന്നു. പാരപ്പറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ സൈഡായിട്ട് ഇത് കൊടുക്കും. സൈഡായിട്ട് കൊടുക്കും. അത് താങ്ങുമോ? ഇത് ഓടിലുള്ളതല്ലേ? ഇല്ല താങ്ങും, കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ നേരത്തെ സിലിക്കോണിലാണ് ചെയ്യുന്നത്, ഒട്ടിക്കുന്നത്. ഈ കളറൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കളർ ഓർഡർ അനുസരിച്ച് അങ്ങനെ ചെയ്തു കൊടുക്കും? അതേ അല്ലാതെ? ഇല്ല, നമുക്ക് ഗോഡൌണിൽ നിന്ന് വരുന്നതാണ്. ഈ ഡിസൈൻ ചെയ്ത് തന്നെയാണ് വരുന്നത്? ചെയ്ത് തന്നെയാണ്. ഇത് ഓടാണോ അതേ സിമെന്റ് ആണോ? സീലിംഗ് ഓടാണ്. സീലിംഗ് ഓട് നമ്മളെ തട്ടിൽ വരുന്നതാണ്. സാധാ ഓടിട്ടിട്ട് അടിയിൽ വരുന്നതാണ്. വീടിനകത്ത് സപ്പോർട്ടിങ് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓരോ ഓടാണെങ്കിൽ ചൂടുണ്ടാവും അല്ലേ? ചൂടുണ്ടാവും. അപ്പൊ ഇത് അടിയിൽ വരും. നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അടിയിൽ ഇങ്ങനെ കാണുന്ന അതാണോ? അല്ലല്ല, നമുക്ക് അല്ല സാധാ ഓട് ചെയ്യൂലേ അതുപോലെ തന്നെ ഇത് ഇതിന്റെ അടിയിൽ വരും. അതിന്റെ അടിയിൽ ജോയിന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരുമോ? ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയാ വരിക. അത് സീറ്റിംഗ് ആയിട്ട് ഇരിക്കും അല്ലേ? വീടിന്റെ അടിഭാഗം ഇത് കാണും. ഓക്കെ. അടിഭാഗം ഈ ഒരു ഡിസൈൻ ആയിരിക്കും കാണുന്നത്. അത് ഒരു ലെയർ ഇത് ഫുള്ള് പോകും. ഈ ടൈൽസ് ഒരു ലെയർ ഫുള്ളായിട്ട് നിരത്തും, അങ്ങനെയാണോ? നിരത്തിയിട്ട് ഇതിൽ അടിയിൽ ഫ്രെയിം വരും. ഫ്രെയിമിൽ ഇത് ഇരുത്തും, അങ്ങനെയാണോ? ലോക്ക് ചെയ്തിരുത്തും. അത് ചെറിയൊരു ഫ്രെയിം വരും. ഫ്രെയിം വന്നിട്ട് അതിലാണ് ഇരുത്തുന്നത്. അത് കൊള്ളാം. ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും വെറും മണ്ണാണ്. ഇതൊക്കെ ഏത് രാജ്യത്തിന്റെയാണ് ഏട്ടാ? ഇതെല്ലാം ഗുജറാത്ത്. നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ്? ഇല്ലല്ല, ഇന്ത്യയിൽ പിന്നെ കർണാടക ഇരിപ്പുണ്ട്, പുറത്തിരിപ്പുണ്ട്. വേറെ വെറൈറ്റി ഡിസൈൻസ് ആണ്. അത് ഫിനിഷിംഗ് ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ്. ഇതൊക്കെയോ ഈ കുഞ്ഞു ഡിസൈൻ എല്ലാം അവിടെ തന്നെ. ഇത് ഗുജറാത്താണ്. ഇതൊക്കെ പൈപ്പിൽ സെറ്റ് ചെയ്യണ സാധനമാണ്. പൈപ്പിൽ സെറ്റ് ചെയ്യുന്ന എന്ന് വെച്ചാൽ അതെങ്ങനെയാണ്? പൈപ്പിൽ ഫ്രെയിം ചെയ്തിട്ട് അതിനുള്ളിലായിട്ട് സെറ്റ് ആവണം. ഈ പല കളറിലുള്ളത്? ഇല്ല, കളറല്ല, ഇത് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. കസ്റ്റമർ വരുമ്പോൾ ഏത് കളർ അടിക്കണമെന്ന് അവർ ചോദിക്കും. അപ്പൊ ഞാൻ പെയിന്റ് അടിച്ചു. അപ്പൊ സാമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഈ ഓടിന്റെ തന്നെ തനത് ഡിസൈൻ നിറം ഇതാണ് കളർ വേണമെങ്കിൽ ഇതെടുക്കാം. അല്ലാത്തവർക്ക് പല നിറത്തിലുള്ള കളർ ചെയ്ത് ഇവിടുന്ന് കൊടുക്കാനും പറ്റും. അങ്ങനെ കൊടുക്കുന്നില്ല, നമുക്ക് റേറ്റ് കൂടും. അപ്പൊ പിന്നെ ഈ സാമ്പിളിങ്ങിന് അതിനല്ലേ പെയിന്റ് ചെയ്തു കൊടുക്കാനല്ലേ ഇങ്ങനെ സാമ്പിൾ വെച്ചേക്കുന്ന കണ്ടിട്ട്? ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പെയിന്റ് അടിച്ച് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ ചെയ്യുന്ന റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഈ ഒരു ഓട് നിരത്തി വെച്ചേക്കുന്നല്ലേ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം? ഏറ്റവും ക്വാളിറ്റി ഉള്ള ഓട് ഏതാണ്? നമുക്കിപ്പോൾ വരുന്ന കമ്പനി ഇതാ വരുന്നത്. ഇത് AB കമ്പനിയാണ്. പിന്നെ KPG ഉണ്ട്, ഇതായിരിപ്പുണ്ട്. ഇതൊക്കെ അറിയപ്പെടുന്ന കമ്പനിയാണ്. ഇതിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഐറ്റം ഏതാണ് ഈ ഓടിലൊക്കെ? ഡിമാൻഡ് ആയിട്ടുള്ള നമുക്ക് ഈ സാധനമാണ് പോകുന്നത്, ഡബിൾ കളർ വരുന്നത്. അത് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളത്. ഈ കമ്പനി സാധനം എല്ലാം ക്വാളിറ്റി ഉള്ള സാധനം തന്നെ. 30 വർഷത്തെ ഗ്യാരണ്ടി പറയണം. ഇതിൽ പൂപ്പലൊന്നും പിടിക്കത്തില്ല? നമ്മുടെ സാധാരണ ഓട് പോലെ ഒന്നും ചെയ്യത്തില്ല. അതേപോലെ നടക്കും. കളർ ഫേഡ് ഒന്നും ആവത്തില്ല. പിന്നെ ഇതിൽ ലോക്കൽ വരുന്നുണ്ട്. ലോക്കൽ വരുമ്പോൾ ഇതായിരിപ്പുണ്ട്. ഇത് ലോക്കലാണ്. വില കുറവാണ്. പക്ഷെ അത്രത്തോളം ഒരു ഫിനിഷിംഗ് ഇല്ലല്ലേ കമ്പനിയുടെ? ഇത് പെട്ടെന്ന് പായൽ പിടിക്കും. അത് പിരിവിരിപ്പുണ്ട്. ഇത് നോർമൽ ഓടല്ലേ പിന്നിലിരിക്കുന്ന? ഇതെല്ലാം നോർമൽ ഓട്. സാധാ പെയിന്റിങ്ങോ കോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഓട്. നോർമൽ ഓടാണ്. ചേട്ടാ എത്ര വർഷമായി ഈ ഒരു ഫീൽഡില്? 3 വർഷം. ഈ കട തുടങ്ങിട്ടോ? ഇല്ല, കട തുടങ്ങിയിട്ട് 3 വർഷമായി. വേറെ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ പഠിച്ച്.
അപ്പൊ ഇതൊരു ഡിസൈനിങ് കാറ്റഗറി ആണല്ലേ? design. ഇതെല്ലാം നമ്മുടെ ഇന്റീരിയല് പിന്നെ നമുക്ക് റിലേറ്റഡ് ആയിട്ട് സിമെന്റിന്റെ ഇരിപ്പുണ്ട്. സിമെന്റ് ചാളിയതായിരിക്കും. സിമെന്റിലുള്ള അത് ഇന്റർലോക്കും കാര്യങ്ങള്. സിമെന്റ് ആകുമ്പോൾ നമുക്ക് റേറ്റ് കുറവാണ്. റേറ്റ് കുറവാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് പിന്നെ പെയിന്റ് വേണമെങ്കിൽ പെയിന്റ് അടിച്ച് അങ്ങനെ ഉപയോഗിക്കാം. പെയിന്റ് അടിച്ച് ഉപയോഗിക്കാം. ഈ ഓടിൽ വരുന്നതിന് പൊതുവെ റേറ്റ് കൂടുതലാണ്. സിമെന്റ് റേറ്റ് കുറവാണ്. നമുക്ക് വെറൈറ്റി ഓടുകൾ ഇരിപ്പുണ്ട്. ഇതായിരിപ്പുണ്ട്. ഇതെല്ലാം വെറൈറ്റി ഓടുകളാണ്. ഇപ്പോഴത്തെ മോഡലൊക്കെ ആണ്. പിന്നെ കർണാടക ഇരിപ്പുണ്ട്. ഓ അങ്ങനെ. കർണാടക ഡബിൾ ലോക്കിങ്ങോ അങ്ങനെ ഡബിൾ ലോക്കിംഗ്. ഡബിൾ ലോക്കിംഗ് ആണെങ്കിൽ എങ്ങനെ അധികം, അതായത് 2 ലോക്കാണ്. 2 ലോക്കാണ്. വെള്ളം അകത്തേക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും. 2 ലോക്കാണ്. അടുത്ത ഓട് ഇവിടെ കയറി വരും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് ഇത്രയും ലോക്ക് കിട്ടും. അപ്പൊ കുറച്ചുകൂടെ നല്ല ഫിക്സ് ആയിട്ട് ജോയിന്റ് ആയിട്ട് നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് കിടക്കും. പെട്ടെന്ന് ലീക്ക് ഒന്നും ഉണ്ടാവത്തില്ല. ലീക്കേജ് ഉണ്ടാവത്തില്ല. ഇത് നമുക്ക് കമ്പനി സാധനം തന്നെ. കമ്പനി സാധനമാണ്. ഈ കമ്പനി മാർക്കുണ്ട്. ഓക്കെ. ഇതിങ്ങനെ വെരിഫൈ ചെയ്ത് ഇങ്ങനെ ഓരോ ഓടിന്റെ പിന്നിലും ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. അവരുടെ പിന്നെ നമുക്കിവിടെ ലോക്കൽ ഐറ്റം ഒന്നുമില്ല. എല്ലാം കമ്പനി സാധനം. ഈ ഒരു ബിസിനസ് എങ്ങനെ പോകുന്നതിന് ഡിമാൻഡ് ഉണ്ടോ? ഈ ഒരു ഡിമാൻഡ് കുഴപ്പമില്ല. ഇപ്പൊ മഴ കാരണം മഴ വർക്ക് കുറവായിരിക്കും അല്ലേ? കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ ഉള്ളപ്പോഴല്ലേ കൂടുതലായിട്ട് അതിന് ഡിമാൻഡ് വരിക. 100 ഇന്റർലോക്ക് അത് പോകുന്നുണ്ട്. 100 ഇന്റർലോക്കും പിന്നെ ഓടുകളും പിന്നെ ഇന്റീരിയർ ഡിസൈൻ പോലുള്ള വിൻഡോ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് സിംഗിൾസ് ഷീറ്റാണ് വരുന്നത്. അതിപ്പോ ഓടിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഓടിന് പകരം ഉപയോഗിക്കുന്നതാണ്. അത് എത്ര വർഷത്തോളം കിടക്കും? അത് നമുക്ക് 30 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. 30 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. കമ്പനി സാധനമാണ്. കമ്പനി അതിൽ പൂപ്പല് പിടിക്കുമോ? ഇല്ല. അതിലൊന്നും ചെയ്യത്തില്ല. കളർ ഫേഡ് ഒന്നും ആവത്തില്ല. അത് പല നിറത്തിലും പല ഡിസൈൻസിലും വരുന്നുണ്ട്. എന്നാൽ ഓടാകുമ്പോൾ പെയിന്റ് അടിച്ചു കൊടുക്കണം. വർഷം തോറും പെയിന്റ് അടിക്കണം. അതാകുമ്പോൾ പെയിന്റ് അടിക്കണ്ട. അപ്പൊ നമുക്ക് അതും ചിലവുന്നുണ്ട്. ഇവിടെ ഓഫർ എന്തെങ്കിലും ഉണ്ടോ? ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യം കാര്യങ്ങൾ ഒരുമിച്ച് എടുക്കുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഇപ്പൊ സാധനം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ തന്നെ സാധനം ഇറക്കി കൊടുക്കുന്നുണ്ട്. സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് സാധനം ഇറക്കി കൊടുക്കുന്നുണ്ട്. സൈറ്റിൽ തന്നെ ഇറക്കി കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ഏത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. കൊല്ലത്തൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സാധനം കൂടുതൽ എടുക്കണമെന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ 50 പീസ് 100 പീസ് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കണം. അങ്ങനെ പറ്റില്ല. അതാണെങ്കിൽ അടുത്ത് അവർ വന്ന് മേടിക്കുകയോ അടുത്തൊക്കെ ആണെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് 100 പീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്താണെങ്കിൽ സൈറ്റ് ഇറക്കി കൊടുക്കാം. ഫ്രീ ആയിട്ട് ഇറക്കി കൊടുക്കാം. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇറക്കി കൊടുക്കാം. ചേട്ടൻ്റെ കട വരുന്ന കറക്റ്റ് സ്ഥലം എന്നിട്ട് നമ്മൾ ഇടിച്ചക്കപ്പലാമോട് പാറശാലയിൽ നിന്ന് 1 കിലോമീറ്റർ. പാറശാലയിൽ നിന്ന് 1 കിലോമീറ്റർ ഇടിച്ചക്കപ്പലാമോട്, തിരുവനന്തപുരം ജില്ലയിൽ പാറശാല അടുത്ത്. ഇതേപോലെ വേറെ ഷോപ്പില്ല. ഇത് മാത്രമേ ഉള്ളൂ. ചേട്ടൻ സ്വന്തമായിട്ട് നടത്തുന്നത് തന്നെ. ചേട്ടന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ താഴെ ഉൾപ്പെടുത്തട്ടെ? ചേട്ടന്റെ പേരെന്താണ്? ബിനു എന്നാണ്. അപ്പൊ പേരും കോൺടാക്ട് നമ്പറും വീഡിയോയുടെ താഴെ ഉണ്ടാവും. ഇവിടെ അടുത്തൊക്കെ ഉള്ള പാറശാല സൈഡൊക്കെ ഉള്ളവർക്ക്, വീഡിയോ കാണുന്നവർക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ ഇന്റീരിയർ കാര്യങ്ങളും ഓടും വേറെ ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? വീടിന് ഫുള്ളായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ ഓർഡർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എടുക്കുവാണെങ്കിൽ ഇറക്കി കൊടുക്കാമല്ലോ. പ്രത്യേകിച്ച് പണി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ വർക്ക് അവിടെ കൊണ്ടുപോയി ചെയ്തും കൊടുക്കും. മൊത്തം വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സൈറ്റ് പോയി നോക്കി അതിന്റെ അളവെടുത്ത് നമ്മൾ റേറ്റ് പറഞ്ഞ് മൊത്തം അങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊണ്ട് സാധനം ഇറക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഉൾപ്പം കൊടുത്തേക്കും.